ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇന്ന് നമ്മുടെ തലപ്പാറയിലുള്ള ഒരു ഷോപ്പിന് പേരൊന്നും എനിക്കറിയില്ല, തലപ്പാറയിലാണ്. ഷവായ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ഷവായ ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അവരോട് ഓർഡർ ചെയ്യുകയാണ്. അപ്പം ഞാൻ ഷവായാണ് ചെയ്തിട്ടുള്ളത്, റുമാൽ റൊട്ടിയും. ഈ ഒരു രക്ഷയില്ല, ഈ കടയിൽ ഭയങ്കര ആളുകളുമാണ്, പിന്നെ അതുപോലെ വലിയ ടേസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനൊരു സ്വീറ്റായിട്ടുള്ളൊരു മാങ്ങ തരാറുണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങ അല്ല, ഒരു നല്ല വലിയ ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു ഇത്. അപ്പം ഇവിടുത്തെ മയോണീസ് ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കൈകൊണ്ട് കുറേ നേരം ഇങ്ങനെ തോണ്ടി തിന്ന്. ഹസ്ബൻഡും കണ്ടില്ലേ, ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ ഡോക്ടറെ അടുത്ത് പോയതായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഹസ്ബൻഡിനോട് ഞാൻ പറയുമെങ്കിൽ തലപ്പാറുള്ള ഷവായ കടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഷവായൊക്കെ എത്തിയിട്ടാ. ഷവായ എത്തിയപ്പോൾ തന്നെ ഐബുവിന് ഭയങ്കര ഇത്. ഐബു ഉമ്മച്ചി എനിക്ക് വേണ്ടത് കണ്ടില്ല, മാങ്ങ നല്ല ടേസ്റ്റ് ആട്ടോ, ഈ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുമ്പോൾ കുറച്ച് പാർസലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പം മോൻ പറയണ് പിന്നെ മാങ്ങ മതി ഉമ്മച്ചി, എനിക്ക് ചിക്കൻ വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു ചിക്കൻ കഴിക്കണം എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ മോന് ചിക്കനൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരു ടൈം ഒരു 6:30-7 മണിയായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അങ്ങനെ ഷവായൊക്കെ കഴിച്ചിട്ടോ, ഞാൻ കഴിച്ചിരുന്നു. ഹസ്ബൻഡ് മോനും ഹസ്ബൻഡിനൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഓന് ഭയങ്കര കുരുത്തക്കേട്, ഓൻ അങ്ങോട്ട് ഓടുക. കുട്ടികളെ കണ്ടാൽ കുട്ടികളങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ പോയാലും അടങ്ങി ഒരു ഭാഗത്ത് ഇരിക്കൂലല്ലോ. അങ്ങനെ ഞാൻ ഷവായൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. മോനും ഹസ്ബൻഡും കൈ കഴുകാൻ പോയി. പിന്നെ ഇവർ ഫുഡ് കഴിക്കാൻ മക്കൾ എൻ്റെ കൂടെ വന്നാൽ ഹസ്ബൻഡിൻ്റെ അടുത്തായിരിക്കും കേട്ടോ. ഹസ്ബൻഡാണ് അവർക്ക് വായിൽ കൊടുക്കുക, എൻ്റെ കൂടെ ഇരിക്കൂല. ഹസ്ബൻഡെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. കുട്ടികളെ ഭക്ഷണം കഴിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളായാലും എൻ്റേതായാലും അങ്ങനെയൊക്കെ ചെയ്യൂട്ടാ. നല്ല ക്യാരക്ടറാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോണ കാരണം ചെറുപ്പത്തിലെ കുട്ടികളങ്ങനെ മൂപ്പരെടുത്താക്കി പോകണമല്ലേ. അപ്പം കാക്ക നല്ല പോലെ കുട്ടികളെ നോക്കും, വീട്ടിലത്തെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എനിക്ക് ഹോസ്പിറ്റൽ പോകണതുകൊണ്ടൊരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മക്കളെ നല്ല നോക്കും. മക്കളെ മാത്രമല്ല കേട്ടാ, എന്നെയും വീട്ടുകാരെയും എല്ലാവരെയും നല്ല ക്യാരക്ടറാണ്. ചില ആളുകൾക്ക് ആണുങ്ങൾക്ക് നമ്മൾ അത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടരുത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എപ്പോൾ ഫുഡ് കഴിച്ച് വരികയാണെങ്കിലും കയ്യിലൊരു ടിഷ്യൂ ഉണ്ടാവും. അത് പിന്നെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി തോത്താൻ ഭയങ്കര നീറ്റ്നെസ്സാണ് ആൾ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോവാനിരിക്കുകയാണ്. മോന് ഓടിപ്പോയി വണ്ടിയിൽ കയറി. ഞങ്ങൾ ഓട്ടോയിട്ടാണ് കേട്ടോ വന്നത്. ചേളാരി ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നേരെ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ മോനായിട്ടാണ് ഹസ്ബൻഡ് വന്നിട്ടുള്ളത്. വയറൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറട്ടോ. ഞങ്ങളെ വണ്ടീൻ്റെ പേരാണ് ദീനജ എന്നാണ് ഓട്ടോൻ്റെ പേര്. അപ്പോൾ ഹസ്ബൻഡ് ഇതങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിതങ്ങനെ പോവാണ്. ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തലപ്പാറ എത്തി. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.